पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। ഓം ഉപനിഷത്തുക്കളിൽ ഏറ്റവും ബൃഹത്തായ ബൃഹദാരണ്യകോപനിഷത്ത് ശതപഥ ബ്രാഹ്മണത്തിൻ്റെ 3-ാമത്തെ അധ്യായം മുതൽക്കാണ് തുടങ്ങുന്നത്. ശതപഥ ബ്രാഹ്മണം ശുക്ല യജുർവേദത്തിലെ ബ്രാഹ്മണമാണ്. മൊത്തം 8 അധ്യായങ്ങൾ. അപ്പോൾ ബൃഹദാരണ്യകോപനിഷത്തിന് മൊത്തം 6 അധ്യായങ്ങൾ. കാരണം അതിൻ്റെ 3 ഇതിൻ്റെ 1, 4, 2 അങ്ങനെ പോകും. വൈദികമായ കർമ്മങ്ങൾ, യാഗാദികൾ സകാമന്മാരെ സംബന്ധിച്ച് അതത് കാമപ്രാപ്തിക്കാണ്. നിഷ്കാമന്മാരെ സംബന്ധിച്ച് ചിത്തശുദ്ധിക്കാണ്. ഇത് രണ്ടും ശാസ്ത്രീയമായി അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചുമാണ്. അശാസ്ത്രീയമായി അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ച് കർമ്മങ്ങൾ അധോഗതിക്കാണ്. ഇപ്പോൾ കർമ്മഫലം നമുക്ക് 3ആയി തിരിക്കാം. അശാസ്ത്രീയമായി ചെയ്യുന്നവർക്ക് അധോഗതി, ശാസ്ത്രീയമായി സകാമമായി ചെയ്യുന്നവർക്ക് അതത് കാമപ്രാപ്തി, ശാസ്ത്രീയമായി നിഷ്കാമമായി ചെയ്യുന്നവർക്ക് ചിത്തശുദ്ധി. ചിത്തശുദ്ധിയിലൂടെ പരമമായി തത്വവിജ്ഞാനം, തത്വവിജ്ഞാനത്തിലൂടെ മുക്തി. ഇതാണ് വൈദിക പദ്ധതി. ഇപ്പം തത്വവിജ്ഞാന പ്രതിപാദനമാണ് ഉപനിഷത്തുക്കൾ ചെയ്യുന്നത്. എന്നാൽ ഉപനിഷത്തുക്കൾ ആരംഭിക്കുന്നത് സാധകന്റെ തലത്തിലാണ്. നിഷ്കാമ ചിത്തശുദ്ധി കൊണ്ട് പരമമായി നേടാവുന്നത് വിമുക്തി, തത്വജ്ഞാനത്തിലൂടെ വിമുക്തി. അപ്പോൾ ഉപനിഷത്തുക്കൾ ആരംഭിക്കുന്നത് സാധകന്റെ തലത്തിലാണ്. ആ സാധകന്റെ തലം ഭിന്നമാണ്. ഇപ്പം നമ്മൾ ജിജ്ഞാസ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മളിലെ സകാമഭാവം മുഴുവൻ പോയി എന്നൊന്നും അർത്ഥമില്ല. ഒരിക്കലും അസത്യം പറയരുത് ആരും. തങ്ങൾ അല്ലാത്തതാണെന്ന് പ്രകടിപ്പിക്കരുത്, നടിക്കരുത്. അത് സംഘർഷമേ ഉണ്ടാക്കൂ. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പല ഉപനിഷത്തുക്കളും തീർത്തും കർമ്മമണ്ഡലത്തിൽ ആരംഭിക്കുന്നതാണ്. ഉദാഹരണം തൈത്തിരീയോപനിഷത്ത്. അപ്പോൾ അത് ഉപനിഷത്താണ്. പക്ഷേ ആ ഉപനിഷത്തിൻ്റെ 1-ാമത്തെ വല്ലി കർമ്മസംബന്ധിയാണ്. ആ കർമ്മസംബന്ധിയായി നമ്മുടെ ചിന്തയെ ക്രമികമായി ഉയർത്തി ബ്രഹ്മവിജ്ഞാനത്തിലേക്ക് നയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ബൃഹദാരണ്യകോപനിഷത്തും. ഒരു തലത്തിൽ മുണ്ടകോപനിഷത്തും പറയാം. കാരണം മുണ്ടകത്തിലും ആദ്യം കർമ്മ പ്രതിപാദനം ചെയ്തിട്ടുണ്ട്. ബൃഹദാരണ്യകവും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ശുദ്ധമായ ഉപനിഷത്തിലേക്ക് പതുക്കെ അങ്ങനെ പോവുകയുള്ളൂ. അപ്പോൾ ഇത് കർമ്മത്തിൽ ആരംഭിക്കുന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, യജുർവേദീയമായ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമാണ് അശ്വമേധം.
അപ്പം അശ്വമേധത്തെ സംബന്ധിച്ച് സകാമമായി ചെയ്യുന്നവർക്ക് ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ ചക്രവർത്തി പദവി തുടങ്ങിയവയാണ്. എന്നാൽ ഉപനിഷത്തിൻ്റെ സങ്കല്പം അതല്ല. ഉപനിഷത്ത് അതിനെ താത്വികമായ ദൃഷ്ടിയിലൂടെ അപഗ്രഥിച്ച് തത്വവിജ്ഞാനത്തിലേക്ക് സാധകനെ നയിക്കുന്ന ഒരു ദിശയിലാണ് അശ്വമേധത്തെ നോക്കി കാണുന്നത്. അപ്പം അശ്വമേധം വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെയല്ല, അത് ശുക്ലയജുർവേദ സംഹിതയിലാണ്. ഇപ്പം സംഹിതയിൽ അതിൻ്റെ ക്രിയാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നു, അതിനുള്ള മന്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതേ വിഷയത്തെ ഉപനിഷത്തൊന്നെടുത്ത് തീർത്തും മാറ്റുകയാണ്. അപ്പം ഇവിടെ അശ്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീക്ഷണം മാറി. മേധ്യമായിരിക്കുന്ന അശ്വം നമ്മുടെ മുമ്പിൽ ഉപനിഷത്ത് അവതരിപ്പിക്കുന്നത് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന അശ്വം എന്ന രീതിയിലല്ല, മറിച്ച് അതിൻ്റെ ശിരസ് ഉഷസ്സാണ്, സൂര്യൻ ചക്ഷുസ്സാണ്, അതിൻ്റെ പ്രാണൻ വായുവാണ്. അങ്ങനെ കാൽപ്പനികമായി ആ അശ്വത്തെ അങ്ങ് സമസ്ത വിശ്വവും വ്യാപിച്ചിരിക്കുന്ന ഒരു ദിശയിൽ നമ്മൾ കഴിഞ്ഞ ഒന്നാം മന്ത്രത്തിൽ പഠിച്ചു. വിരാട് സ്വരൂപത്തിലാണ്. അതിൻ്റെ വാക്ക് തന്നെയാണ് വാക്ക്. ആ അശ്വത്തിൻ്റെ മേഹനം, മൂത്രമൊഴിക്കലാണ് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രപഞ്ചാകാരത്തിൽ അശ്വം വിപുലമായി നിലകൊള്ളുകയാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ. അത് വീണ്ടും വായിക്കുന്നില്ല, പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഹർവാ ഇതി സൗവർണരാജതൗ മഹിമാഖ്യൗ ഗ്രഹൗ അശ്വസ്യ അഗ്രതഃ പൃഷ്ഠതഃ ച സ്ഥാപ്യതേ തദ്വിഷയം ഇദം ദർശനം. അഹർവാ ഇതി സൗവർണരാജതൗ മഹിമാഖ്യൗ ഗ്രഹൗ അശ്വസ്യ അഗ്രതഃ പൃഷ്ഠതഃ ച സ്ഥാപ്യതേ തദ്വിഷയം ഇദം ദർശനം. അശ്വമേധ യജ്ഞത്തിൽ ഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പാത്രവിശേഷമാണ്. ഇതൊക്കെ യജ്ഞസംബന്ധിയായ പാത്രങ്ങളെ ധാരാളം നമുക്ക് കാണാൻ കിട്ടും. അങ്ങനത്തെ സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ധാരാളമുണ്ട്, പല സ്ഥലങ്ങളിലും ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കാണുക ഈ ഗ്രഹം എന്താണെന്നുള്ളത്. ഒരു പാത്രവിശേഷമാണ്. അപ്പം അശ്വമേധത്തിൽ ഈ അശ്വത്തിൻ്റെ തലഭാഗത്തും കാൽഭാഗത്തും രണ്ട് ഗ്രഹങ്ങൾ വെക്കും. ഒന്ന് സ്വർണത്തിൻ്റെത്, ഒന്ന് വെള്ളിയുടേത്. അതാണ് സൗവർണരാജതൗ, സ്വർണം കൊണ്ടും രജതം കൊണ്ടും ഉണ്ടാക്കിയ. സുവർണം കൊണ്ടുണ്ടാക്കിയത് സൗവർണം, രജതം കൊണ്ടുണ്ടാക്കിയത് രാജതം. ഇപ്പോൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയത് സൗവർണരാജതൗ
മഹിമാഖ്യൗ ഗ്രഹവും, മഹിമ എന്ന് പേരുള്ള ഗ്രഹങ്ങൾ. ഗ്രഹം പാത്രവിശേഷമാണ്. ഗ്രഹം എന്നുള്ളത് മറ്റേ ഗ്രഹം എന്ന് അർത്ഥം എടുക്കരുത്. പാത്രവിശേഷങ്ങൾ അശ്വസ്യ അഗ്രതഃ പൃഷ്ഠതഃ ച സ്ഥാപ്യതേ. അശ്വത്തിൻ്റെ അഗ്രത്തിലും പൃഷ്ഠത്തിലും വയ്ക്കും. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ യാഗം. നിങ്ങളാരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ശരി, അശ്വമേധം കണ്ടവരുണ്ടെങ്കിൽ. അതും സത്യസന്ധമായി പറയാലോ, ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ കാണുക പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. നമ്മളീ കാണുന്നതൊക്കെ അശാസ്ത്രീയമായിട്ടാണ്. അതാരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, മറിച്ച് ഇന്ന് രാജാവുണ്ടോ? ഇല്ല. രാജാവ് ചക്രവർത്തി ആവാനൊക്കെയാണല്ലോ അശ്വമേധം നടത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി അശ്വമേധം നടത്തുക പറഞ്ഞാൽ അങ്ങനെയൊക്കെ പതിവുണ്ട്. അത് ശാസ്ത്രീയ എന്ന് പറയാൻ വയ്യല്ല. മനസ്സിലായില്ല? ഒരിക്കൽ കോഴിക്കോട് വെച്ച് അശ്വമേധം. എന്നെ സംബന്ധിച്ച് ഞാൻ കുളത്തൂരേക്ക്, ഇതൊരാൾ ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ പിടിച്ചിട്ട് വീഡിയോ മറ്റേ യൂട്യൂബിൽ ഇടണമെന്നും പറഞ്ഞിട്ടാണ് ഒരാൾ ഇപ്പോൾ ചിരിച്ചിരിക്കണത്. കരുതി ഇട്ടാൽ മതി, എന്നെ തല്ലുകൊള്ളിക്കരുത്. അപ്പോൾ ഇതിന് 1990 നമ്മൾ കുളത്തൂരെത്തി. അതേ വർഷമാണ്. അശ്വമേധമുണ്ട്, എന്നാൽ ഒന്ന് പൊയ്ക്കളയാം, ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചിട്ട് പോയി. കോഴിക്കോട് തളി ഭാഗത്താണ്. എത്ര പേർക്ക് ഇത് ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ പോയി, ഇവിടുന്ന് പോയി. സുജാത സ്വാമി വന്നല്ലോ, വലിയ സന്തോഷമായി. മറ്റതായി മറിച്ചതായി എന്നൊക്കെ എല്ലാവർക്കും വലിയ സന്തോഷം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുക അക്ഷമരായിട്ട്. കാരണം കുതിര എത്തിയിട്ടില്ല. കുതിരയെ കൊണ്ടുവരികയാണ്, കുതിര വന്നിട്ടില്ല. എല്ലാവരും അക്ഷമരായി നിൽക്കുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ആർപ്പ് ബഹളമൊക്കെ തുടങ്ങി, കുതിര വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുതിര ഉണ്ട്, ശരിയാ. കുതിരേനെയും കൊണ്ടുവരുന്നത് ആരാ? നമുക്ക് ഏറ്റവും പരിചയമുള്ള ആളാണ്. അപ്പോൾ ഞാൻ കുളത്തൂർ വരുന്നതിന് മുമ്പ് തന്നെ പരിചയപ്പെട്ട ആളാണ് അദ്ദേഹം. ഞങ്ങൾ വളരെയധികം സംസാരിച്ച് അത്രയും അടുപ്പായതാണ്. തലശ്ശേരി വെച്ചിട്ട് അദ്ദേഹം ഇപ്പോഴും നമ്മളുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെടുന്ന ആളാണ്. ഇപ്പം അദ്ദേഹം സന്യാസിയാണ്, ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. അപ്പം ഇദ്ദേഹമാണ് കുതിരനെയും കൊണ്ടുവരുന്നത്. എടാ, മറ്റേതെന്ന് വെച്ചാൽ രാജാവാണല്ലോ, മറ്റേ എതിർ രാജാക്കന്മാരെയൊക്കെ യുദ്ധത്തെ തോൽപ്പിച്ച് കുതിരയെ കൈക്കലാക്കിയിട്ട് വന്ന് അശ്വമേധത്തിലേക്ക് കൊണ്ടുവരണം. ഇദ്ദേഹം ആരോടും യുദ്ധം ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ? അപ്പോൾ ഇദ്ദേഹത്തിനാച്ചാൽ ദേഷ്യം പിടിച്ചിട്ടും വയ്യ. എന്നോടല്ല ദേഷ്യം, എന്ത് പറയാനാ സ്വാമിജി, എന്താ പ്രശ്നം? അത് കുറേ ഇറ്റങ്ങൾ കണ്ണൂർ ജില്ല കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുമ്പം സ്വീകരിക്കും കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞതാണ്. ഒരുത്തനും വന്നിട്ടില്ല, ഞാൻ തന്നെയാണ് അവിടുന്ന് കൊണ്ടുവന്നത്. പാവം, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ദേഷ്യം മുഴുവൻ അദ്ദേഹത്തിനുണ്ട്. കാരണം വലിയ സ്വീകരിച്ച് അവിടുന്ന് ഏറ്റെടുക്കേണ്ടത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്നുള്ളവർ പോയി ഏറ്റെടുത്തില്ല. ഈ പാവം അവിടുന്ന് എങ്ങാണ്ട് കൊണ്ടുവന്നിരിക്കുക. ഇങ്ങനെയൊക്കെയാ, എന്താ ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടാക്കിയിട്ടോ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടോ ഒക്കെ അശ്വമേധം ചെയ്തു പറഞ്ഞാൽ അത് ശാസ്ത്രീയമാണെന്ന് എങ്ങനെയാ പറയാമെന്ന് എനിക്കറിയില്ല. അല്ലാന്ന് കുറ്റപ്പെടുത്തി എന്നാരും ആക്ഷേപിച്ചേക്കരുത്. കാരണം രാജാക്കന്മാരാണ് അശ്വമേധം ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ അശ്വമേധം ചെയ്യാൻ കഴിയുക നമ്മുടെ UAE-യിലോ ഖത്താറിലോ അവർക്കൊക്കെ ചെയ്യാം. ദോഹ അല്ലേ, അവർക്കൊക്കെ ചെയ്യാം. അവർക്ക് രാജാക്കന്മാർ, കുവൈറ്റ്, പൊതുവെ അറബി രാജ്യങ്ങളിലൊക്കെ ചെയ്യും. അവിടെയൊക്കെ രാജാക്കന്മാർ തന്നെയാണ് ഭരിക്കുന്നത്. നേപ്പാളിലുണ്ടായിരുന്നു, അതും പോയി. ഇപ്പോൾ ഇവിടെ വേറെ എവിടെ ഇല്ല എൻ്റെ അറിവിൽ. ഉണ്ട്, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു രാജാവ് പേരിന്. ഇംഗ്ലണ്ടിൽ പേരിന് രാജ്ഞിയുണ്ട്, പേരിന് രാജ്ഞിയുണ്ട്. അത് ശരിയാ, ശരി. അപ്പോൾ
ഇവിടെ ഉപനിഷത്തിനെ സംബന്ധിച്ച് അശ്വത്തെ സംബന്ധിച്ചൊരു മറ്റൊരു ദൃഷ്ടിയാണ് തരുന്നത്. അപ്പം ഇവിടെ പറയുകയാണ്, അഹർവാ അശ്വം പുരസ്താത് മഹിമാ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനി രാത്രിരേനം പശ്ചാൻ മഹിമാ അന്വജായത തസ്യ അപരേ സമുദ്രേ യോനിഃ ഏതൗ വാ അശ്വം മഹിമാനാവഭിദഃ സംബഭൂവതുഃ ഹയോ ഭൂത്വാ ദേവാൻ അവഹദ് വാജി ഗന്ധർവാൻ അർവാസുരാൻ അശ്വോ മനുഷ്യാൻ സമുദ്ര ഏവാസ്യ ബന്ധുഃ സമുദ്രോ യോനിഃ. അഹർവാ അശ്വം പുരസ്താൻ മഹിമാ അന്വജായത തസ്യ പൂർവേ സമുദ്രേ യോനി രാത്രിരേനം പശ്ചാത് മഹിമാ അന്വജായത തസ്യാപരേ സമുദ്രേ യോനിഃ ഏതൗ വാ അശ്വം മഹിമാനൗ അഭിദഃ സംബഭൂവതുഃ ഹയോ ഭൂത്വാ ദേവാനവഹദ് വാജി ഗന്ധർവാൻ അർവാസുരാൻ അശ്വോ മനുഷ്യാൻ സമുദ്ര ഏവാസ്യ ബന്ധുഃ സമുദ്രോ യോനിഃ. അശ്വം, അപ്പം അശ്വം എന്താ പറഞ്ഞേ? അശ്വം വെറും അശ്വമേധത്തിനുള്ള വെറും കുതിര എന്നുള്ള സങ്കല്പം ഇവിടെ ഉപനിഷത്ത് മാറി. ഈ പ്രപഞ്ചം ഈ വിരാടാകാരമായിട്ടാണ് അശ്വത്തെ വർണ്ണിച്ചത്. ആ അശ്വത്തെ ഒന്നാം മന്ത്രത്തിൽ പറഞ്ഞ അശ്വത്തെ പുരസ്താത് മുമ്പിലായിട്ട് അടുത്തായിട്ട് അഹർവാ മഹിമാ അന്വജായത പകലാകുന്ന മഹിമ പ്രകടമായി. അശ്വത്തിൻ്റെ ഒന്നുകിൽ മുമ്പിലായിട്ട് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തായിട്ട്, രണ്ടും പറയാം. പകലാകുന്ന മഹിമ പ്രകടമായി. തസ്യ അപ്പം ആ പകലിന് പൂർവേ സമുദ്രേ യോനിഹി കിഴക്കൻ സമുദ്രമാണ് യോനി. യോനി ഉദ്ഭവസ്ഥാനം. അപ്പം അശ്വത്തിൻ്റെ കിഴക്കായി പ്രകടമായ അല്ലെങ്കിൽ മുന്നിൽ പ്രകടമായ മഹിമയ്ക്ക് കിഴക്കൻ സമുദ്രമാണ് യോനി. അപ്പോൾ ഒരു മഹിമ. ഏനം ചാൽ അവനെ, ആരെ? അശ്വത്തിനെ തന്നെ. പശ്ചാൻ മഹിമ അന്വജായത, പിന്നിൽ മഹിമ ജനിച്ചു അല്ലെങ്കിൽ പടിഞ്ഞാറ് മഹിമ ജനിച്ചു. പശ്ചാത്ത് എന്നുള്ളതിന് ഒന്നുകിൽ പിന്നിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ്. പുരസ്താ എന്നുള്ളതിന് ഒന്നുകിൽ മുന്നിൽ അല്ലെങ്കിൽ കിഴക്ക്. മഹിമ അന്വജായത, പടിഞ്ഞാറൊരു മഹിമ ജനിച്ചു. അതേതാ മഹിമ? രാത്രിയാകുന്ന മഹിമ. അപ്പോൾ പകലാകുന്ന മഹിമ മുമ്പിൽ, രാത്രിയാകുന്ന മഹിമ പിന്നിൽ.
പകലാകുന്ന മഹിമയുടെ യോനി കിഴക്കൻ സമുദ്രം, രാത്രിയാകുന്ന മഹിമ തസ്യ അപരേ സമുദ്രേ യോനി, അതിന് പടിഞ്ഞാറൻ കടലാണ് യോനി, ഉദ്ഭവസ്ഥാനം. ഒരു കൽപ്പനയാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു കടലിൽ നിന്ന്. കടലിൽ നിന്നാണോ സൂര്യൻ ഉദിക്കണത്? അല്ല, കടൽ ഇവിടെ കിടക്കണോ, സൂര്യൻ അവിടെ കിടക്കണോ? പക്ഷേ ഭൂമിയിൽ ഇരിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ രാവും പകലും ഉണ്ട്. സൂര്യന് രാവും പകലും ഇല്ല. ഭൂമിയിൽ നിന്ന് നിശ്ചിത ദൂരെ പോയാലും രാവും പകലും ഇല്ല. സൂര്യൻ അരികിൽ എത്തിക്കഴിഞ്ഞാലും രാവും പകലും ഇല്ല. ഇപ്പം രാവും പകലും എന്നുള്ളത് ആപേക്ഷികമാണ്. ആ ആപേക്ഷിക പ്രപഞ്ചത്തിലാണ് യജ്ഞം നടക്കുന്നത്. ആപേക്ഷികതയ്ക്ക് അപ്പുറത്തെത്തിയാൽ യജ്ഞം, യാഗം, ഹോമം ഒന്നുമില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ആപേക്ഷികതയെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ചില വിഷയത്തിൽ വലിയ ബ്രഹ്മജ്ഞാനം പറയുക, ചില വിഷയത്തിൽ ലോകജ്ഞാനം പാലിക്കുക, അത് പറ്റില്ല. ഒരു സത്യസന്ധത വേണം. അപ്പം നമുക്ക് ആപേക്ഷികതയെ അംഗീകരിക്കണം, അതാണ് പറയാനുള്ളത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. ഉദിക്കുന്നുണ്ടെങ്കിൽ കിഴക്കൻ സമുദ്രത്തിൽ നിന്നാണ്. ഇല്ലേ? മലയാളികൾ പറയും അല്ല, പർവ്വതത്തിൽ നിന്നാണെന്ന് പറയും. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് ഉദിക്കണത്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഇത് കേരളമാണ്. ഇത് ഒരു ചെറിയ നീണ്ട ഭൂപ്രദേശമാണ്. അവിടെയാണ് ഈ ഈ സഹ്യപർവ്വതത്തിൻ്റെ നിര ആകെ കൂടെ കിഴക്ക് ഭാഗത്തുള്ളത്. വേറെ എവിടെയില്ല. ബാക്കി ഭാരതത്തിൽ മുഴുവൻ അങ്ങനെ ഒരു പർവ്വത നിര കിഴക്ക് ഭാഗത്തില്ല. അപ്പം നമ്മെ സംബന്ധിച്ച് കിഴക്ക് പർവ്വതത്തിൽ നിന്ന് ഉദിക്കുന്നു എന്നാണ് തോന്നുക. പക്ഷേ മൊത്തം ഭാരതത്തിൽ സമുദ്രത്തിൽ നിന്ന് ഉദിക്കുന്നു എന്നാണ് തോന്നുക. അമേരിക്കയിൽ സമുദ്രത്തിൽ നിന്ന് ഉദിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഓസ്ട്രേലിയയിൽ സമുദ്രത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് തോന്നുന്നത്. യൂറോപ്പിൽ സമുദ്രത്തിൽ നിന്ന്. എന്നാൽ യൂറോപ്പിൽ ചില രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ട് കിഴക്ക്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ പൊതുവെ കിഴക്കൻ സമുദ്രത്തിൽ നിന്ന് ഉദിക്കുന്നു. പിന്നെയോ രാത്രി ആരംഭിക്കണതോ സൂര്യൻ പടിഞ്ഞാറൻ സമുദ്രത്തിൽ താഴുമ്പോഴാണ്. അപ്പം അത് രാത്രിയുടെ ഉദയമാണ്, അസ്തമയാന്ന് പറയരുത്. പകലിനെ സംബന്ധിച്ചത് അസ്തമയമാണ്, പക്ഷെ രാത്രിയെ സംബന്ധിച്ചത് ഉദയമാണ്, ആപേക്ഷികമാണ്. അതുകൊണ്ട് പടിഞ്ഞാറൻ സമുദ്രം യോനിയാണ്. ഈ പകലും രാത്രിയുമാണ് രണ്ട് മഹിമകൾ. ഒന്ന് സ്വർണത്തിൻ്റെ മഹിമ, ഒന്ന് വെള്ളിയുടെ മഹിമ. മുമ്പിലും പിമ്പിലുമായിട്ട് വെക്കുകയാണ്. ഇങ്ങനെ അശ്വം മഹിമാനൗ അഭിതഹ സംബഭൂവതു. അഭിതഹ രണ്ട് ഭാഗത്തും, അഭിതഹ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും മഹിമകൾ ജനിച്ചു. ഈ അശ്വത്തിൻ്റെ രണ്ട് ഭാഗത്തും മഹിമകൾ സംഭവിച്ചു. ഇത്രയേ ഉള്ളൂ. സാധാരണ കർമ്മത്തിൽ ഈ കുതിരയുടെ തലഭാഗത്തും വാൽഭാഗത്തും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുള്ള രണ്ട് പാത്രവിശേഷങ്ങൾ വയ്ക്കും. അതിനെ ഇവിടെ ഉപനിഷത്ത് കൽപ്പിച്ചു, ഇത് വിരാട് രൂപമാകുന്ന അശ്വത്തിൻ്റെ പകലും രാത്രിയും. ഇത്രയേ ഉള്ളൂ. ഹയഹ ഭൂത്വ ദേവാനവഹത്. ഈ കുതിര ഹയമായിട്ട് ദേവന്മാരെ വഹിച്ചു. പിന്നെ വാജി ഗന്ധർവാൻ, വാജിയായിട്ട് ഗന്ധർവന്മാരെ വഹിച്ചു. അർവ അസുരാൻ, അർവ ആയിട്ട് അർവനായിട്ട്, അർവ എന്നുള്ളതിന് അർവ എന്നാണ് പ്രഥമ രൂപം വരിക. അർവ, അർവാനൗ, അർവാനഹ എന്നാണ് വരിക. അർവ ആയിട്ട് അസുരന്മാരെ വഹിച്ചു. അശ്വമായിട്ട് മനുഷ്യന്മാരെ വഹിച്ചു.
ഇപ്പം നമ്മളെ സംബന്ധിച്ച് മലയാളത്തിൽ എല്ലാത്തിനും കുതിര എന്നാണ് പറയുക. ഹയഹ കുതിര, വാജി കുതിര അല്ലേ? ഇപ്പോൾ കുതിരകളിയായിട്ട് വലിയ പേരാ അപ്പം കേരളത്തിൽ അല്ലേ? എന്താ ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് തന്ത്രി കൊണ്ടുപോയി. ഇവിടെ വാജിവാഹനം എന്നൊക്കെ നമ്മളിങ്ങനെ ചൊല്ലുക എന്നല്ലാണ്ട് വാജിവാഹനമൊന്നുമില്ല, ഒക്കെ തന്ത്രി കൊണ്ടുപോയി. എന്തായാലും മര്യാദയ്ക്ക് കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് ഇപ്പം തോന്നി. ഇപ്പം തന്ത്രി അങ്ങോട്ട് പറഞ്ഞിരിക്കുക, ഈ വാജീനെ ഒന്ന് എടുക്കണേ, കുതിരകളിയൊക്കെ നിൽക്കാമേ, ഒന്ന് എടുക്കണമേന്ന്. എന്താ നടക്കണത്? എന്നിട്ട് വിവരമില്ലാണ്ട് ഈ മണ്ഡലത്തിലും കൊണ്ടുപോയി പൈസ ഇടും. ഇപ്പം തന്നെ കോടികളായി കഴിഞ്ഞു. ഒരല്പം വിവരത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ ഇത്ര കൊള്ളയും കള്ളത്തരവും നടക്കുമ്പോൾ അവിടെ ഭണ്ഡാരത്ത് പൈസ ഇടുമോ ജനങ്ങൾ? അറിയാത്തോണ്ട് ചോദിക്കുക. സ്വാമിയേ ശരണയ്യപ്പ എന്ന് എഴുതിയിട്ട് ഒരു കടലാസ് ഇട്ടേക്കുക ഭണ്ഡാരത്തിൽ. ദയവ് ഇത് നായ പൈസ ഇടാതിരിക്കുക. ഇത് വിരോധം കൊണ്ട് പറയുകയല്ല, ഈ കൊള്ള നിർത്താൻ അതേ വഴിയുള്ളൂ. എന്നിട്ട് അവർ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്താൽ നമുക്കൊക്കെ ഭണ്ഡാരത്തിൽ കൊണ്ടിടാം. ഇപ്പം കോടികൾ കുമിഞ്ഞു കഴിഞ്ഞു. ഇപ്പം നിങ്ങളെപ്പോലുള്ള വിഡ്ഢികൾ പറഞ്ഞിട്ട് അർത്ഥമില്ല എന്ന് മനസ്സിലായില്ലേ? അർത്ഥമില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള വിഡ്ഢികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം കാറ്റ് പോകുമ്പോൾ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ചു എന്നൊരു കൃതാർത്ഥത ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഓഡിറ്റിംഗ് നിർബന്ധമാണ്. ഓഡിറ്റ് ചെയ്താൽ മാത്രം പോരാ. ഇപ്പം നിങ്ങളിലൊരാൾ എനിക്ക് ഒരു 10 രൂപ തന്നു എന്ന് വിചാരിക്കും. എന്തിനാ കുറയ്ക്കണത്? ഒരു 10,000 രൂപ തന്നു എന്ന് വിചാരിച്ചോളൂ. നിങ്ങളിലൊരാൾ തന്നു, സ്വാമി വെച്ചോളൂ. ഞാനത് അതേപടി ഒരാൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു മോൾക്ക് ഫീസ് അടയ്ക്കാൻ കൊടുത്തു. അതേപടി ആ 10,000 രൂപ അതേപടി ഒരു മോൾക്ക് ഫീസ് അടയ്ക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ മോന് ഫീസ് അടയ്ക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ കൊടുത്തു. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ പോയിട്ട് നല്ലോണം മദ്യം വാങ്ങിയിട്ട് കുടിച്ചു. നിങ്ങൾക്ക് വിചാരിക്കാം, എന്ത് സങ്കല്പിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുണ്ടോ? സ്വാമി ഞാൻ 10,000 രൂപ എന്നിട്ട് സ്വാമി കള്ളു കുടിച്ച് തീർത്തില്ലേ? നിങ്ങൾക്ക് മിണ്ടാൻ അധികാരമില്ല. നീ എനിക്ക് തന്നതാ, എനിക്ക് തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഞാനാണ് ആലോചിക്കേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾ ഇതേ 10,000 രൂപ തന്നു, സ്വാമി ഇത് ആശ്രമത്തിലേക്കാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഓഫീസിൽ കൊടുത്ത് റെസീറ്റ് ആക്കിച്ചു. അത് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല. അത് ആശ്രമം ഉദ്ദേശിക്കുന്ന സേവാപ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. എന്ന് മാത്രമല്ല, അത് കൊല്ലത്തിൽ ഓഡിറ്റ് ചെയ്യണം. ട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണ്ട. എന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയൽ ചെയ്യണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് അംഗീകരിക്കണം. ഈ കണക്ക് സത്യസന്ധമാണ്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ കൊല്ലവും ഓഡിറ്റ് ചെയ്തിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയൽ ചെയ്യുന്നുണ്ട്. ട്രസ്റ്റിൻ്റെ കണക്ക് ഒരാൾ ചോദിച്ചാൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഗവൺമെൻറ്റിന് കൊടുക്കണം, കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഒരല്പവും മാറ്റവും ഇല്ലാതെ സെപ്റ്റംബർ 30 മുമ്പായിട്ട് കൊടുക്കുന്നുണ്ട് ഓഡിറ്റ് ചെയ്തിട്ട്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ പൈസ നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനത് കുട്ടിക്ക് ഫീസ് കൊടുത്താലും കൊള്ളാം, ഇനി വേറെ രോഗിക്ക് ചികിത്സിക്കാൻ കൊടുത്താലും കൊള്ളാം, വീടില്ലാത്ത ഒരാൾക്ക് വീട് വയ്ക്കാൻ കൊടുക്കാത്താലും കൊള്ളാം, ഇനി ഞാൻ കള്ളു കുടിച്ചാലും കൊള്ളാം. എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ പൊതുജനങ്ങൾ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന ഓരോ ചില്ലിക്കാശിനും കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യത ഉണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ ചാടി വീണ് ചിലർ ചോദിക്കുകയാണ്, ഓഡിറ്റിംഗ് നോക്കിയിട്ടാണോ ഭണ്ഡാരത്തിലിടേണ്ടതെന്ന്. അതെ, കാരണം പൊതുവാണ്. പൊതുപണം കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. 1897 എത്ര കൊല്ലം മുമ്പാന്ന് ആലോചിച്ച് നോക്കൂ. വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് 1 രൂപ
ഒരാൾ തന്നു. അതിൻ്റെ അക്കൗണ്ടിങ്ങിനും ഓഡിറ്റിങ്ങിനും ഒക്കെ ആയിട്ട് 1 രൂപയോ 1.5 രൂപയോ ചെലവ് വന്നാൽ പോലും നിങ്ങളത് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനത്തിൽ വിശ്വാസ്യത നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും രാമകൃഷ്ണ മിഷൻ വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം എത്ര പ്രസ്ഥാനങ്ങൾ മുളച്ചു, എത്ര പ്രസ്ഥാനങ്ങൾ ഉണങ്ങി. കണക്ക് കൃത്യമായിരിക്കണം. ഇത് ഈ കൊള്ള വാതിലടക്കം കുത്തിപ്പൊളിച്ചിട്ട് മാറ്റിയിട്ടും ഇത്രയ്ക്കൊക്കെ മോഷണം ചെയ്തു എന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും സ്വാമിയേ ശരണമയ്യപ്പ, അറിവില്ല പൈതങ്ങളാണ് പൊന്നു ഭഗവാനേ എന്നും പറഞ്ഞിട്ട് കൊണ്ടിടുകയാണ്. അവിടെ ഒരു കടലാസിൽ എഴുതിയിടുക, സ്വാമിയേ ശരണയ്യപ്പ, അത് മതി, പൈസ കൊടുക്കണ്ട. ഒരു കടലാസ്, ഭണ്ഡാരം നിറയണം കടലാസ് കൊണ്ട്, സ്വാമിയേ ശരണയ്യപ്പ. പൈസ വിശക്കുന്ന ആൾക്ക് കൊടുക്കുക, ദാഹിക്കുന്ന ആൾക്ക് കൊടുക്കുക, രോഗിക്ക് കൊടുക്കുക. അല്ല, അയ്യപ്പന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ ധാരാളം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, കമ്മിറ്റിക്കാർ നടത്തുന്നത്, ട്രസ്റ്റുകൾ നടത്തുന്നത് അവിടെ ഉണ്ട്. ഗുരുവായൂർ പോയിട്ട് ഓം നമോ നാരായണായാന്ന് എഴുതിയിടുക, പൈസ ഇടാതിരിക്കുക. ചിദാനന്ദപുരസ്വാമി എന്ന ദുഷ്ടൻ്റെ ഇത്തരം വാക്കുകൾ കേട്ടതിന് പരിഹാരമായിട്ട് ഭഗവാനെ കിടക്കട്ടെ 2 റുപ്യ അധികം, പാപപരിഹാരാർത്ഥം. അതാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ മനസ്സ്. അതിനെയാണ് ചൂഷണം ചെയ്യുന്നത്. ഇരിക്കട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും, സ്വർണം എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോൾ അതൊക്കെ ഓർമ്മ വന്ന്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും 2 ഈ ഗ്രഹങ്ങൾ മഹിമകൾ എന്താണ്? പകലും രാത്രിയുമാണ്. അത് ഈ കുതിര നമുക്ക് കുതിരയാണ്, കുതിര തന്നെയാണ് ഹയം. ഹയം നിങ്ങളാരും ഈ ഹയവും വാജിയും അർവനും അശ്വവുമുള്ള വ്യത്യാസം എന്നോട് ചോദിക്കരുതേ, ദയവ് ചെയ്ത്, എനിക്കറിയില്ല, തുറന്ന് പറയുകയാണ്. ഈ കുതിരയെക്കുറിച്ച് വിവരമുള്ളവർക്ക് അറിയാതെ. ഇപ്പം കേരളത്തിൽ കുതിര പൊതുവേ ഇല്ല. ഇപ്പോൾ ഭാരതത്തിൽ തന്നെ കുതിരകളുള്ള പ്രദേശങ്ങളിൽ അതിനേക്കാൾ മികവുറ്റതായിട്ട് അഫ്ഗാൻ പ്രദേശത്തുള്ള കുതിരകളെക്കുറിച്ച് പറയും. അതിനേക്കാൾ മികവുള്ളതായിട്ട് യൂറോപ്പിലുള്ള ചില കുതിരകളെക്കുറിച്ച് പറയും. എന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ കുതിരയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. അതുപോലുള്ള വ്യത്യാസമാണ്. ഇവിടെ 4 തരം കുതിരകളെ പറഞ്ഞു. നമുക്കെല്ലാം കുതിരയാ. വിവരമുള്ളവർക്ക് അത് 4 തരം കുതിരകളാണ്. അതിൽ പറയുകയാണ് ഹയം ആർക്കാണ്? ദേവന്മാർക്ക്. അവർ ദേവന്മാരെ വഹിച്ചു ഹയം. വാജി ഗന്ധർവന്മാരെ വഹിച്ചു. വാജി ഗന്ധർവന്മാരെ വഹിച്ചു. അർവൻ അസുരന്മാരെ വഹിച്ചു. അശ്വം മനുഷ്യന്മാരെ വഹിച്ചു. അതാണ്. അപ്പം മനുഷ്യന്മാരുടെ കുതിര എന്ന് പറഞ്ഞാൽ അശ്വമാണ്. ദേവന്മാരുടെ കുതിര എന്ന് പറഞ്ഞാൽ ഹയം. ഗന്ധർവന്മാരുടെ കുതിര എന്ന് പറഞ്ഞാൽ വാജി. അസുരന്മാരുടെ കുതിര എന്ന് പറഞ്ഞാൽ അർവൻ. ഈ ഇവൻ്റെ ബന്ധു സമുദ്രമാണ്. ഈ അശ്വത്തിൻ്റെ അഥവാ ഈ മഹിമയുടെ ബന്ധു ആരാണ്? സമുദ്രം. സമുദ്രത്തിൽ നിന്നാണ് ദിനം ഉദിക്കുന്നത്, സമുദ്രത്തിൽ നിന്നാണ് രാത്രി ഉദിക്കുന്നത്. സമുദ്രോ യോനിഹി, സമുദ്രം തന്നെയാണ് ഉദ്ഭവസ്ഥാനം എന്നുറപ്പിച്ചു. അപ്പോൾ സമുദ്രമാണ് ബന്ധു, സമുദ്രമാണ് യോനി.